ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ആശയവിനിമയം അല്ലേ. നമ്മൾ മറ്റ് വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നു, നമ്മൾക്ക് പാസ് ചെയ്യേണ്ട മെസ്സേജസ് അയച്ചു കൊടുക്കുന്നു. അപ്പം ഡേ ടു ഡേ ഒരു നമ്മളുടെ ലൈഫിലുള്ള ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. UGC നെറ്റ് പേപ്പർ 1 യൂണിറ്റ് 4 ആണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതുപോലെ മാനേജ്മെന്റ് സബ്ജക്റ്റിനകത്തും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെ ഉണ്ട്. മാനേജ്മെന്റ് എടുത്ത് ഓപ്ഷണൽ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് മാനേജ്മെന്റ് പഠിക്കുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ UPSCയിൽ ഓപ്ഷണൽ എടുത്തവർക്കും കമ്മ്യൂണിക്കേഷൻ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഓപ്ഷണൽസ് മാനേജ്മെന്റ് എടുത്തവർക്ക് കമ്മ്യൂണിക്കേഷൻ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ മാനേജ്മെന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരും PSC അസിസ്റ്റന്റ് പ്രൊഫസറിലും. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ടോപ്പിക്കാണ്. കാരണം ഈ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഈ എക്സാമുകൾക്കൊക്കെ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ എസ്സേ റൈറ്റിങ്ങിനൊക്കെ മൊത്തത്തിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്ററാക്ടിങ് സ്കിൽസ് ഇതൊക്കെ തന്നെയും വേണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഹായ് എവരി വൺ, വെൽക്കം ടു നിഷ എജ്യൂഹം. നമ്മളുടെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവെക്കുക, ആശയവിനിമയം നടത്തുന്നു. ഓക്കെ, മെസ്സേജസ് പാസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. അത് പല രീതിയിൽ. ഇപ്പൊ ഇൻഫോർമൽ ആയിട്ട് നമ്മളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ കൊളീഗ്സിനോട് സംസാരിക്കുന്ന രീതിയിൽ ഇൻഫോർമൽ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ ഒരു മാനേജർ സബോർഡിനേറ്റ്സിനോട് സംസാരിക്കുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ മാസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് സംസാരിക്കുമ്പോൾ അത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സസിൽ നോക്കാം. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് ഇൻഫോർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇറ്റ് ഈസ് എസെൻഷ്യലി എ ബ്രിഡ്ജ് ഓഫ് മീനിങ് ബിറ്റ്വീൻ പീപ്പിൾ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുക. അത് മാത്രമല്ല, ഈ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ ആ മെസ്സേജ് കിട്ടി. ഇപ്പം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നു, പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക്, മെസ്സേജ് കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കിട്ടിയ ആൾക്ക് അത് മനസ്സിലാവുകയും കൂടെ വേണം. അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി കൂൺസ് ആൻഡ് വെയ്റിച്ച് എന്ന് പറഞ്ഞ എക്സ്പേർട്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം എ സെൻഡർ ടു എ റിസീവർ വിത്ത് ദ ഇൻഫോർമേഷൻ ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റിസീവറിന് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, മനസ്സിലാവണം. എങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പം ഒരു വ്യക്തി ഒരാളോട് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ കേട്ട ആൾക്ക് യാതൊരുവിധ കാര്യങ്ങളും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അല്ല. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നു, ഈ ക്ലാസ് കേൾക്കുന്ന സ്റ്റുഡൻസിന് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ എന്താണ്, ഈ ക്ലാസ് സക്സസ്ഫുൾ ആണ് അല്ലേ. അപ്പം കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റുഡ് ആയില്ല എങ്കിൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും എലമെന്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. സെൻഡർ, എൻകോഡിംഗ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ ആൻഡ് ഫീഡ്ബാക്ക്. നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് ആദ്യം മെസ്സേജ് അയക്കുന്ന വ്യക്തി ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. ഇപ്പൊ സെൻഡറിന് വേറൊരു വ്യക്തിയോട് പറയാൻ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ സെൻഡർ എന്ത് ചെയ്യും? ആ ഒരു മെസ്സേജിനെ എൻകോഡ് ചെയ്ത് വെക്കും. എൻകോഡിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ആശയവിനിമയ പ്രക്രിയയിലെ എൻകോഡിംഗ് എന്നുള്ള പ്രോസസ് എന്താണെന്ന് വെച്ചാൽ, സെൻഡറിനെ സംബന്ധിച്ചിടത്തോളം സെൻഡറിന് ചില ആശയങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ സെൻഡറിൻ്റെതായിട്ടുള്ള ചില തോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ മറ്റൊരാളിലേക്ക് അയക്കണം. ആ ഒരു വ്യക്തിക്ക്, അയക്കുന്ന വ്യക്തിക്ക് മീൻസ് ആർക്കാണോ അയക്കുന്നത് റിസീവറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിലോ എന്തെങ്കിലും സിമ്പിൾസോ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഴുതിയോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജസ് വഴിയോ ഇതൊക്കെ ഉപയോഗിച്ച് പല രീതികളുണ്ട് അല്ലെ. ആ ഒരു രീതിയിൽ സന്ദേശമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് എൻകോഡിംഗ്. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് ഇടുകയാണ്. അത് നമുക്കിപ്പോൾ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് കൊടുക്കാം. അപ്പം ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ അയക്കുകയാണെങ്കിൽ എന്താണ്,
പിടികിട്ടി അല്ലെ? ആ റിസീവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സെൻഡർ, റിസീവറിന് കാര്യം മനസ്സിലായി. അതുപോലെ ഇപ്പം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് എഴുതി നമ്മൾ കൊടുക്കുക. ഇപ്പം നേർക്ക് നേരെയുള്ള ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണെങ്കിൽ വാക്കുകൾ കൊണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലാംഗ്വേജസ് വെച്ച് ഹെഡ് ഒന്ന് നോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെന്ററിന് എന്താണോ പറയാനുള്ള, സെന്ററിന്റെ ആശയങ്ങളെയും ചിന്തകളെയും പറയാനുള്ള മെസ്സേജുകളെയും എല്ലാം തന്നെ റിസീവറിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മെസ്സേജ് ആക്കി, അതായത് സന്ദേശമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, ആ ഒരു രീതിയിൽ മെസ്സേജിനെ രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് എൻകോഡിങ്. സെൻഡർ ആണ് എൻകോഡിങ് ചെയ്യുന്നത്. എന്നിട്ട് ഈ എൻകോഡ് ചെയ്ത് സന്ദേശമാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻഫോർമേഷനെ ഒരു ചാനൽ വഴി റിസീവറിന് അയച്ചു കൊടുക്കുക. ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമം, ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്നെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ആകാം, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആകാം. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ചൂസ് ചെയ്ത് ഈ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സന്ദേശത്തെ റിസീവറിന് അയച്ചു കൊടുക്കും. ഈ മെസ്സേജ് കിട്ടിയ റിസീവർ എന്താ ചെയ്യേണ്ടത്? ആ മെസ്സേജ് എടുത്ത് തുറന്നു നോക്കി വായിച്ച്, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ഒരു മെയിൽ ആണെങ്കിൽ അതെടുത്തൊന്ന് വായിക്കുക. അപ്പൊ ഈ റിസീവർ ഈ കിട്ടിയിരിക്കുന്ന മെസ്സേജിനെ ഡീകോഡ് ചെയ്ത് നോക്കും. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയ മെസ്സേജിനെ വായിച്ച് മനസ്സിലാക്കുക, അല്ലെ? സന്ദേശം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതൊന്ന് വായിക്കുക, അല്ലെങ്കിൽ അതൊന്ന് കേട്ടു നോക്കുക. ഏത് രീതിയിലാന്നുള്ള സന്ദേശം, ഇപ്പം മെയിൽ ആണെങ്കിൽ വായിച്ചു നോക്കണം, വോയിസ് ആണെങ്കിൽ അത് കേൾക്കണം, അല്ലെ? അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു സന്ദേശത്തെ മനസ്സിലാക്കുക, ആശയത്തെ സ്വന്തമായിട്ട് ആ ഒരു മനസ്സിലേക്ക് ഉൾക്കൊള്ളുക. അതാണ് ശരിക്കും ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഇൻ ദിസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇപ്പൊ റിസീവർ ആ മെസ്സേജ് ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി, അത് മനസ്സിലാക്കി. എന്നിട്ട് ഈ റിസീവറിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവണം? ഒരു ഫീഡ്ബാക്ക് സെന്ററിന് കിട്ടണം. എങ്കിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ റിസീവർ എന്താണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം, ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം. താങ്കൾ അയച്ച മെസ്സേജ് കിട്ടി, എനിക്കത് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് ആ കിട്ടിയ മെസ്സേജിൽ ഒരു സംശയമുണ്ട്, അതെന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് റിസീവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സെന്ററിന് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സെന്റർ അയച്ചിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഒരു ആശയം ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം മനസ്സിലായി, അല്ലെങ്കിൽ 100% ഒക്കെ ആയിരുന്നോ, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയോ എന്നൊക്കെ ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. സെൻഡർ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു, ആ കൃത്യമായി അറേഞ്ച് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സന്ദേശത്തെ ഒരു ചാനൽ, ഒരു മാധ്യമം വഴി റിസീവറിന് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് റിസീവർ ആ കിട്ടിയ മെസ്സേജ് അതൊന്ന് വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ, ഏത് രീതിയിലാണെന്ന് അറിയില്ലല്ലോ, അതൊന്ന് മനസ്സിലാക്കി ആ ഒരു ആശയത്തെ സ്വന്തമായിട്ടൊന്ന് ഉൾക്കൊള്ളുക. എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക്, ആ ഒരു റെസ്പോൺസ് സെന്ററിലേക്ക് അറിയിക്കുക. പിന്നെ ഇതിന്റെ ഇടയിലെല്ലാം തന്നെ നോയ്സ് എന്ന് പറയുന്നത് ഒരു ബാരിയർ ആണ്. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷന്റെ ഒരു ബാരിയർ എന്ന് പറയുന്നത് നോയ്സ് ആണ്. അപ്പൊ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അത് നമ്മൾ വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇതിന്റെ ഇടയ്ക്ക് നോയ്സ് എന്ന് കൊടുത്തിരിക്കുന്ന, ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ബാരിയേഴ്സ് വരും. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പം പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ നോയ്സസ് ഒക്കെ ഇഷ്ടംപോലെ വരാം. ഇപ്പൊ ഫോൺ വിളിച്ച് സംസാരിച്ചാലും നോയ്സസ് ഉണ്ട്. അതുപോലെയാണ് അതവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. നോയ്സ് ഒരു ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. സെൻഡർ മെസ്സേജിനെ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അത് ചാനൽ വഴി സെൻഡ് ചെയ്യുന്നു, റിസീവറിന് കിട്ടുന്നു, അത് ഡീകോഡ് ചെയ്യുന്നു, ഫൈനലി ആ ഒരു ഫീഡ്ബാക്ക് റിസീവർ കൊടുക്കണം. അപ്പം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു സെൻഡർ ആ മെസ്സേജിനെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രൂപാന്തരപ്പെടുത്തുക. ഒന്നെങ്കിൽ ആ ഒരു മറ്റൊരാൾക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു സന്ദേശത്തെ, വാക്കുകളോ വേർഡ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചിഹ്നങ്ങളോ ശരീരഭാഷയോ ഒക്കെ രീതിയിൽ ആ ഒരു മെസ്സേജിനെ സെറ്റ് ആക്കി വെക്കുക. എന്നിട്ട് റിസീവർ ആ കിട്ടിയ മെസ്സേജിനെ ഡീകോഡ് ചെയ്യും. അത് പുള്ളി ഏത് വ്യക്തിയാണോ ആ വ്യക്തി അത് വായിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വരുന്നത്.
സോ ഈ ക്ലാസ് എൻഡ് വരെ വാച്ച് ചെയ്യുക. എങ്ങനെ പോയാലും ബെനിഫിറ്റ് ആണ്. ഗോൾഡൻ ടോപ്പിക്സ് ഒക്കെയാണ് ഇത്. ഈ ഒരു ടോപ്പിക് ഒക്കെ പഠിച്ചാൽ പല പല എക്സാമിന് യൂസ്ഫുൾ ആണ്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.